കടുത്ത വിഭാഗീയതയ്ക്ക് നടുവിൽ ആലപ്പുഴയിൽ സിപിഎമ്മിന്റെ ജില്ലാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. ഞായറാഴ്ച അവസാനിക്കുന്ന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ 3 ദിവസവും പങ്കെടുക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായ തിരിച്ചടിയുടെ കാരണങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. പ്രശ്നങ്ങൾ അവസാനിപ്പിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ടു പോയില്ലെങ്കിൽ പാർട്ടിയിൽ കൊഴിഞ്ഞുപോക്കും വിഭാഗീയതയും തുടരുമെന്നതിനാൽ പഴയ പ്രതാപത്തിലേക്ക് പാർട്ടിയെ തിരിച്ചുകൊണ്ടുവരിക എന്നതാണ് ആലപ്പുഴയിൽ സിപിഎം സമ്മേളനം നടക്കുമ്പോൾ നേതൃത്വം ലക്ഷ്യമിടുന്നത്. പ്രാദേശിക തലങ്ങളിൽ തുടരുന്ന ഒറ്റപ്പെട്ട വിഭാഗീയ പ്രവണതകൾ പോലും അനുവദിക്കില്ലെന്ന് പലതവണ സംസ്ഥാന നേതൃത്വം താക്കീത് നൽകിയിട്ടും പ്രതിസന്ധി അവസാനിക്കാത്ത കായംകുളം പോലുള്ള ചില പ്രദേശങ്ങൾ പാർട്ടി നേതൃത്വത്തിന് തലവേദന സൃഷ്ടിക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി കോട്ടകളിൽ പോലും ബിജെപി കടന്നുകയറ്റം സിപിഎമ്മിനെ ഞെട്ടിച്ചു. അതിനെതിരായ പ്രതിരോധ മാർഗങ്ങളടക്കം ആവിഷ്കരിക്കുകയാണ് ലക്ഷ്യം. ശക്തി കേന്ദ്രങ്ങളിലെ വോട്ട് ചോർച്ചയും ഹരിപ്പാട് നടക്കുന്ന ജില്ലാ സമ്മേളനത്തിൽ ചർച്ചയാകും. 3 ദിവസവും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യം സമ്മേളനത്തിലുണ്ടാകും. കരിമണൽ ഖനന പ്രദേശത്തിനടുത്ത് നടക്കുന്ന സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ പോലും ചർച്ചയിൽ വിമർശനങ്ങൾ ഉയരാനുള്ള സാധ്യതയുണ്ട്. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം വിമർശനങ്ങളുടെ മൂർച്ച കുറച്ചേക്കും. ആർ നാസർ തന്നെ ജില്ലാ സെക്രട്ടറിയായി തുടരാനാണ് സാധ്യത. എന്നാൽ കുട്ടനാട്, കായംകുളം എന്നിവിടങ്ങളിൽ ഉയരുന്ന സംഘടനാ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ജില്ലാ സെക്രട്ടറിക്ക് വീഴ്ച പറ്റിയെന്ന വിമർശനം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. ജില്ലാ സമ്മേളനത്തിലും ഇത് ചർച്ചയാകും. ജനം, ആലപ്പുഴ.